നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആക്കിയിട്ട് സമീപിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പല അധ്യാപകരും ചെയ്യുന്ന എളുപ്പപ്പണി കൂട്ടുകൂടുക എന്നുള്ളത്. അതെ അതെ, അധ്യാപകരെല്ലാം കുട്ടികളോട് അന്യഗ്രഹ ജീവികളോട് പെരുമാറും പോലെ പെരുമാറും. അതാകുമ്പോൾ കുട്ടികൾ ഒരിക്കലും ദോഷം പറയില്ല. ടീച്ചർ നല്ല ടീച്ചറായിട്ടോ എന്തും പറയാം. കുട്ടികളായിട്ടൊരു ചെങ്ങാത്തം പോലത്തെ ലൈൻ ഉണ്ടാക്കി വയ്ക്കുക. കുട്ടികൾക്ക് അവരുടെ എന്ത് പ്രശ്നങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന, അവരുടെ കഴിവുകളെയും അവരുടെ മറ്റു കാര്യങ്ങളെയും അക്നോളജ് ചെയ്യുന്ന അധ്യാപകരെല്ലാം മോശമാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന നല്ല അധ്യാപകർ ആരായിരിക്കും? ഗുരുത്വം എന്നുള്ള വാക്കിൽ ഒരു വലിപ്പമുണ്ട്. ആ വലിപ്പത്തിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് ഇവരുടെ കൂട്ടുകൂടി ഒരു ഇഷ്ടം ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ പറ്റി അങ്ങനെ ആരും കുട്ടികൾ മോശമൊന്നും പറയില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി സൂത്രം ചെയ്യും പുതിയ കാലത്തെ അധ്യാപകർ. ഗുരുത്വം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അധ്യാപകരെ പേടിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലും പേടിച്ച് ചോദിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പോലും പറയാൻ മടിച്ച് ഒരു കാലഘട്ടം തള്ളി നീക്കുന്നതാണല്ലോ. നിങ്ങളുടെ കയ്യിൽ കളിമണ്ണ് പോലെ കിട്ടിയിട്ടുള്ള ഈ പുതിയ തലമുറയെ നിങ്ങൾ ഉരുവപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കളിമണ്ണ് പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ തലമുറയെ ഉരുവപ്പെടുത്തേണ്ടത് അവരോട് ഒരു സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചാണ്, അല്ലാതെ അവരെ തല്ലി പേടിപ്പിച്ചല്ല. കുറച്ച് അവരിൽ നിങ്ങളുടെ ശിക്ഷണങ്ങൾ, ഒരു അടുത്ത സുഹൃത്തിനെ പോലെ നിൽക്കുന്ന ഒരു അധ്യാപകന്റെ ഈ ഒരു സോ കോൾഡ് ശിക്ഷണം കണ്ടു കഴിഞ്ഞാൽ അവന് തോന്നും, അയാളെപ്പോലെ ഒരു അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകും. അല്ലാതെ ചാക്കോ മാഷിനെ പോലെ പെരുമാറുന്ന അധ്യാപകരാണെങ്കിൽ അയാൾ നൽകുന്ന ശിക്ഷണം ദിവസവും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ശിക്ഷണം കിട്ടുമ്പോൾ ഇയാൾ ഇത് ദിവസവും ചെയ്യുന്ന കാര്യമാണല്ലോ എന്ന് കരുതി കുട്ടികൾ അങ്ങ് ഇഗ്നോർ ചെയ്യും. അത് അവനോ അവൾക്കോ ഭാവിയിൽ ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രോമ എന്നും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അത് ഓവർകം ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ ഫോർ എക്സാമ്പിൾ സ്ഫടികം സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രം പോലെ ആവുകയും ചെയ്യും.